ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ജൂൺ 2 ശേഷം ഹുഷ്മേശ്വറും അതിനുശേഷം ഏകദേശം 30-ാം തീയതിയോളം അടുപ്പിച്ച് ഗുരുവും 1-2 പേരും ബദ്രീനാഥ് എന്നീ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട്. അവിടെയൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ലോകത്തിന് മുഴുവൻ സുഖം പകരുന്നതിന് വേണ്ടിയിട്ട്, സർവചരാചരങ്ങളിൽ നിന്നും സുഖം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഗുരു പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി അമ്മമാർ ആവശ്യപ്പെട്ടിരുന്നു, അടുത്ത ഒരു അധ്യയന വർഷത്തിലേക്ക് കുട്ടികൾ കിടക്കുകയാണ് ഗുരുവേ, കുട്ടികൾക്ക് ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഉപദേശം ഞങ്ങൾക്ക് തരുമോ എന്ന്. എല്ലാ കുട്ടികൾക്കും നല്ലൊരു ഭാവി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടായിരിക്കുന്നതിലേക്കായും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിൽ കൂടി ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളുടെ മാത്രം ഭാവി അല്ല. നിങ്ങളിൽ കൂടി ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളുടെ ഭാവിക്കുമപ്പുറം നിങ്ങളടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാവി, അതോടൊപ്പം നിങ്ങൾ വസിക്കുന്ന സമൂഹം, പ്രദേശം, കൂടുതലായി ചിന്തിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി തന്നെ ഒരു കുട്ടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്തു മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കൈകളിലിരിക്കുന്ന മൊബൈൽ നിങ്ങൾക്ക് ഒരുപാട് വിഷ്വൽസ്, ചിത്രങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. സിനിമകൾ, റീൽസ്, മറ്റു ചാറ്റ് വീഡിയോകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾക്കുള്ള ഉല്ലാസങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കാതെ താൽക്കാലികമായി ലഭിക്കുന്ന ഒരു ഉല്ലാസമുണ്ട്, അതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കാതെ നിങ്ങളുടെ ഭാവിയിലേക്ക് മുതൽക്കൂട്ടാകുന്ന എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നത് കൂടി നിങ്ങൾ തിരയേണ്ടതുണ്ട്. ഇത് മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഗുരു എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, എന്നാലും ഇന്ന് ഇറങ്ങുന്ന സിനിമകളിലേറെയും കുഞ്ഞുങ്ങളുടെ മനസ്സിനെ വല്ലാത്തൊരു തലങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലും. നിങ്ങൾ സിനിമ കാണുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ഇന്നത്തെ സിനിമകളുടെ ആശയങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ പകർത്തുവാനുള്ളതല്ല. എന്നാൽ മക്കൾ ചോദിക്കും, ഗുരുവേ, പണ്ടത്തെ സിനിമയുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുള്ളതാണ്. അല്ല എന്ന് ഗുരു പറയും. കാരണം ഒരു സിനിമയും അല്ലെങ്കിൽ ഒരു കഥകളും ജീവിതത്തിൽ പകർത്തുവാനുള്ളതല്ല. അതൊരാളുടെ തലച്ചോറിൽ ഉത്ഭവിച്ച് കുറേ പേരുടെ ആശയങ്ങളിൽ കൂടി കയറിയിറങ്ങി വന്ന ഒരു കാര്യമായിരിക്കാം. കഥകൾ ഒരാളുടെ മനസ്സിലുണ്ടായതാണ്. എന്നാൽ ഒരു വ്യക്തി ഒരു കഥയിൽ കൂടി പറയുന്ന കാര്യം അനേകം കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു കയറിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ചിന്തിക്കും. ഓരോ കുട്ടിക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകൾ കണ്ടെത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം രക്ഷകർത്താക്കൾക്കുമുണ്ട്. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു കഴിവല്ല ഉള്ളത്. ഗുരു പറഞ്ഞത്, അവർക്ക് ജന്മസിദ്ധമായ അല്ലെങ്കിൽ
ഒരു മേഖലയെക്കുറിച്ച് ഒരു കഴിവ് അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷേ ഇന്നത്തെ ലോകത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടു പോകുമ്പോൾ അവരുടേതായ കഴിവിൽ കൂടിയല്ല, അതല്ലെങ്കിൽ അതിനെ ഉണർത്തിക്കൊണ്ടല്ല അവർ സഞ്ചരിക്കുന്നത്. ഇന്നത്തെ കോളേജ് ജീവിതങ്ങളിൽ ഏറ്റവും കൂടുതൽ പണ്ടും കോളേജ് ഉണ്ടായിരുന്നു. അവിടെയും ഈ പറയുന്ന സ്നേഹബന്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയും ഉണ്ടായിരുന്നു, സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടികൾ ആ ഒരു കലാലയത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കലാലയം തന്നെ എടുക്കേണ്ട, സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ പ്രേമമെന്നും സ്നേഹമെന്നും ഒക്കെയും പറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാക്കുവാൻ കാരണം ഇന്നത്തെ സിനിമകൾ തന്നെയാണ്. ഒരു സിനിമയിൽ അങ്ങനെ രണ്ട് കഥാപാത്രങ്ങൾ നിൽക്കുമ്പോൾ തനിക്കും എന്തുകൊണ്ടായിക്കൂടാ എന്നൊരു തോന്നൽ ഏതൊരു കുട്ടിക്കും ഉണ്ടാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ, എല്ലാവരും സിനിമ കാണുന്നില്ല. കുറേ പേർ മാത്രമേ സിനിമ കാണുന്നുള്ളൂ. സിനിമ കാണുന്നതിൽ ഭൂരിപക്ഷം പേരും ആരാണെന്ന് ഓർമ്മ വേണം. അങ്ങനെ നശിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ഓർമ്മ വേണം. ഏത് തലമുറയാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ കാണുന്ന സിനിമ ഏത് രീതിയിലുള്ളതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ കുട്ടികളെ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കേണ്ടത് എങ്ങനത്തെ സിനിമയാണെന്നുള്ളത് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷകർത്താക്കൾക്കായിരിക്കണം. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗത്തെ കൂടുതലായി കാണിക്കുന്ന സിനിമകൾ കുട്ടികൾ കാണുമ്പോൾ അവരുടെ മനസ്സിൽ ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്, ഇതിനകത്ത് വേറെ തെറ്റൊന്നുമില്ല, അല്ലെങ്കിൽ ഇതെനിക്കും ചെയ്യാവുന്നതാണ് എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാകുന്നതിൽ തെറ്റുണ്ടോ? ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല. അവർ കാണുമ്പോൾ ഇതാണ് ലോകം എന്നവർ വിചാരിക്കുന്നു. അതങ്ങനെയാണ്, എന്ത് കണ്ടുവരുന്നുവോ അതാണ് ലോകം. അതുകൊണ്ടാണ് കുട്ടികളുടെ അടുത്ത് മാതാപിതാക്കൾ മക്കളെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നത്, അതിന് എന്താണ് അമ്മേ, അല്ലെങ്കിൽ എന്താണ് അച്ഛാ കുഴപ്പം? നിങ്ങൾ പഴയ ആൾക്കാരാണ്, നിങ്ങൾക്ക് ചിന്തിക്കാൻ അറിയില്ല. ഇതാണ് ലോകം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ്. ഇപ്പോഴത്തെ കുട്ടികളോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല, അല്ലെങ്കിൽ അവർക്ക് തമാശയാണ്. ഇതാണമ്മേ ലോകം, അല്ലെങ്കിൽ ഇതാണ് അച്ഛാ ലോകം. ഇതാണ്. എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് അവർ ഇറങ്ങിപ്പെട്ടത്? ഒരു പുസ്തകം വായിച്ചിട്ടാണോ? പറയൂ. ഒരു പുസ്തകം വായിച്ചിട്ടാണോ അവർ ഇങ്ങനെ ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പെട്ടത്? അതിന് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഗുരു ആ ഒറ്റ കാര്യം പറയുന്നു, ഇന്നത്തെ തലമുറ ഇങ്ങനെ ആയത് ഇവിടുത്തെ കലാലയങ്ങൾ മൂലം തന്നെയാണ്, ഇവിടുത്തെ സ്കൂളുകൾ മുഖാന്തരം തന്നെയാണ്, ഇവിടുത്തെ കോളേജുകൾ മുഖാന്തരം തന്നെയാണ്. പണ്ടത്തെ സ്കൂളുകളിൽ അറിയാമല്ലോ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അധ്യാപകനെ ഭയത്തോടു കൂടി തന്നെ സമീപിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അധ്യാപകനെ തല്ലുന്ന കുട്ടികൾ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരിക്കുന്നു. അനാവശ്യമായ കാര്യങ്ങളിലേക്കുള്ള നിയമത്തിൻ്റെ ഇടപെടലാണ് ഇന്നത്തെ തലമുറ വഴിതെറ്റി പോകുവാനുള്ള കാര്യം. അനുസരണക്കേടിന് ആദ്യത്തെ ശിക്ഷ അധ്യാപകനിൽ നിന്ന് ലഭിക്കുമ്പോൾ അവിടെ ആ കുട്ടിയുടെ മികച്ച ഒരു ഭാവിയിലേക്കുള്ള വഴിയാണ് തെളിക്കുന്നതെന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികലമായ നിയമങ്ങൾ നടപ്പാക്കിയ അവർക്കൊന്നും അറിയില്ലായിരിക്കും. അധ്യാപകൻ കുട്ടിയെ ശകാരിക്കാൻ പാടില്ല, തലോടണം. നേരം വെളുത്തു കഴിയുമ്പോൾ ഒരു സ്കൂളിലേക്ക് പോകുന്ന കുട്ടി ആ ഒരു പകൽ ഏകദേശം സമയവും ചിലവഴിക്കുന്നത് ഒരു സ്കൂളിലാണ്. അവൻ്റെ ഏകദേശം കാര്യങ്ങൾ അറിയാവുന്നത് അവിടുത്തെ അധ്യാപകർക്കാണ്. നോക്കൂ, ഒരു അധ്യാപകനാണോ വരുന്നത്? നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്നും ഒരു കുട്ടിയെ കാണുന്നു, നിങ്ങളുടെ മകനെ തന്നെ കാണുന്നു. അച്ഛനും അമ്മയും മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ അച്ഛനും അമ്മയ്ക്കും എന്താണ് പറയൂ, എന്നും കാണുന്നൊരു കുട്ടി അവൻ നിങ്ങളുടെ മകനാണ് എന്നുള്ളൊരു വാത്സല്യത്തോടു കൂടി, അല്ലെങ്കിൽ മകളാണ് എന്നുള്ള വാത്സല്യത്തോടു കൂടി നിൽക്കുന്നു. എന്നാൽ സ്കൂളിലേക്ക് പോകുന്നൊരു കുട്ടി, അല്ലെങ്കിൽ സ്കൂളിലിരിക്കുന്നൊരു കുട്ടി
ഓരോ വിഷയം അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെ അതിൻ്റെ ക്ലാസ് കഴിയുമ്പോഴും ഓരോ അധ്യാപകരെ കാണുന്നു. ഓരോ അധ്യാപകർക്കും ഓരോ മുഖമാണ്, ഓരോ അധ്യാപകർക്കും ഓരോ രീതിയാണ്, ഓരോ അധ്യാപകരും കൈകാര്യം ചെയ്യുന്നത് ഓരോ സബ്ജക്റ്റാണ്. ഓരോ അധ്യാപകരും കുട്ടികളെ കാണുന്നത് ഓരോരോ രീതിയിലാണ് ആണല്ലോ. ഇത് തന്നെ മാനസികമായ കുട്ടികളിലെ അവരുടെ ഭാവിയിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് അവരെ കൈകാര്യം ചെയ്യുവാൻ അന്നത്തെ അധ്യാപകർക്ക് കഴിഞ്ഞിരുന്നു. തെറ്റ് കാണിച്ചാൽ കൈനീട്ടണം, തല്ല്. ഒരു ചൊല്ലുണ്ട്, അടി ചെയ്യുന്ന ഉപകാരം അണ്ണൻ തമ്പിക്കും ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് അടി നൽകുന്നൊരു ഉപകാരമുണ്ട് പഠിക്കുന്ന സമയത്ത്. അത് ഒരു ഉപകാരം എന്നുള്ളത് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ എപ്പോഴും തല്ലണം എന്നുള്ളതല്ല ഗുരു പറയുന്നത്. തെറ്റ് കണ്ടാൽ അപ്പോൾ ഉടനെ വീട്ടിൽ പരാതി പറയുന്നു, ഉടനെ ആരോ ആരെങ്കിലും സ്കൂളിൽ ചെല്ലുന്നു, അധ്യാപകനെ വഴക്ക് പറയും. ഒന്നോർക്കുക, വെറുതെ ആരും ഒരു കുഞ്ഞിനെയും ഇന്നുവരെയും ഒരു അധ്യാപകൻ തല്ലിയതായിട്ട് കേൾക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങളൊക്കെ വന്നപ്പോൾ കുഞ്ഞിനെ തല്ലി അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വിഷയമാക്കും. അതുകൊണ്ട് തല്ലി വളർന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ തല്ലുകൊണ്ട് വളർന്ന കുഞ്ഞുങ്ങൾ അവർ നന്നായി തന്നെ ഇന്ന് അവരുടെ ഭാവി കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ തലമുറയാണ് ഇന്ന് ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതെന്ന് ഗുരുവിനറിയാം. കുറേ പേർ തല്ലുകൊള്ളാതെ വളർന്നവരുമുണ്ട്. കാരണം തൻ്റെ എങ്ങനെയാണ് തല്ലുകൊള്ളാതെ വളരുക എന്ന് പറയുന്നത്. അതിനാണ് ഗുരു അടുത്ത ഇത് പറയുന്നത്. ഏതൊരു കുഞ്ഞും നിങ്ങളുടേതായ ഒരു ലക്ഷ്യബോധത്തിലെത്തണം. 5ാം ക്ലാസ്സിലെത്തുമ്പോൾ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ എത്താറാകുമ്പോൾ അന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കൂടി ഒരു കൂട്ടായ്മ വയ്ക്കുന്ന സമയത്ത് അധ്യാപകർ ചോദിക്കും എന്താകാനാണ് ആഗ്രഹം. ഓരോരുത്തരും ഓരോ ആഗ്രഹം പറയും. ആ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം. അത് വെറുതെ പറഞ്ഞിട്ട് പോകുന്നതാകരുത്. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളെ ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിൽ നിങ്ങൾ നിൽക്കുകയാണ്. 10ാം ക്ലാസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും എന്തു ചെയ്യണം, എങ്ങനെ എന്നുള്ള കൃത്യമായൊരു അവബോധം രക്ഷകർത്താക്കൾ ആ കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുക, അവരുമായി കൂടിയിരുന്ന് സംസാരിച്ച്. അതുകൊണ്ട് കുഞ്ഞുമക്കളെ നിങ്ങളിപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ഒരു വാഹനമാണ്. നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡ്രൈവറാണ്. ഇത്രയും മനസ്സിലായല്ലോ. നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ഒരു വാഹനമാണ്. നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡ്രൈവറാണ്. ഈ മനസ്സ് നിയന്ത്രിക്കുന്ന ആരാണ്? മനസ്സിനോട് പോകണം അല്ലെങ്കിൽ ഡ്രൈവറോട് വണ്ടി ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുന്നത് ആരാണ്? നിങ്ങളുടെ ബുദ്ധിയാണ്. മനസ്സിലായല്ലോ. ഈ നിങ്ങളുടെ ബുദ്ധിയെ ഒരുപാട് പേർ നിയന്ത്രിച്ചാൽ എന്ത് ചെയ്യും? ഒരു വലിയ വാഹനത്തിൽ, ഒരു ബസ്സിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നു. വഴി അറിഞ്ഞൂടാതെ പോകുന്ന ബസ്സിൽ അവിടെ ഇരിക്കുന്ന ആ ബസ്സിലിരിക്കുന്ന എല്ലാവരും വിളിച്ചു പറയുന്നു വലത്തേക്ക് പോകും. ഒരാൾ പറയുന്നു ഇടത്തേക്ക് പോകും. ഒരാൾ പറയുന്നു നേരെ പോയാൽ മതി, കുഴപ്പമില്ല. ഒരാൾ പറയുന്നു കുറച്ച് പുറകിൽ കൂടി ഒരു വഴിയുണ്ടായിരുന്നു, അതിലേ പോയിരുന്നെങ്കിൽ അതായിരുന്നു കറക്റ്റ് വഴി. ഇത് കേൾക്കുന്ന ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാകും. ഏത് വഴി പോകണം, എങ്ങനെ പോകണം? ഒരാൾ പറയുന്നു അങ്ങോട്ട് പോകാൻ, ഒരാൾ പറയുന്നു ഇങ്ങോട്ട് പോകാൻ. ഒരാൾ പറയുന്നു കുറച്ചുകൂടി പുറകിലേ പോയിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ഇതേ ഒരവസ്ഥ നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത്. നിങ്ങൾ +2 പഠിക്കാൻ പോകുമ്പോഴും വരുമ്പോഴും റോഡിൻ്റെ ഇരുവശത്തും അനവധി പരസ്യ ബോർഡുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ അടുത്ത കാലത്തായിട്ടാണ് വിദ്യാഭ്യാസം ഇത്രയും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, പരസ്യ ബോർഡുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്തൊക്കെയോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് നല്ല ജോലി ലഭിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കും, ഓരോ വർഷവും നിന്റെ കുഞ്ഞു കുട്ടികളെ ഇത്രയും ചിന്തിക്കുക. ഓരോ വർഷവും അനേകം കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്, ലക്ഷക്കണക്കിന് കുട്ടികൾ. അതിൽ ഇങ്ങനെയുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്ററുകളിലും കുറഞ്ഞത് ഒരു 500ഓളം കുട്ടികളെങ്കിലും പഠിക്കുന്നുണ്ടെന്നാണ് ഗുരുവിന് കിട്ടുന്ന ഒരു അനുമാനം. അങ്ങനെ തന്നെ എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് നിങ്ങളുടെ നാട്ടിൽ. അപ്പോൾ ഓരോ 3 വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴും 1000-1500ഓളം കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അത്രയൊന്നുമല്ല, കൂടുതൽ
എത്രയോ 5000 കുഞ്ഞുങ്ങളോളം തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിറങ്ങുന്നു. ഈ ഓരോ 3 വർഷവും എന്ന് പറയുന്നത് ഓരോ വർഷവും ഉണ്ടാകാറുണ്ട്. എങ്ങനെയാണ്? കാരണം ഇവർ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 3 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ കോഴ്സ് കഴിയുന്ന ഒരു വർഷം ഈ വർഷം ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അടുത്ത ഒരു വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുന്നു. അപ്പോൾ ആദ്യം വന്ന ആളിന് 2ാം വർഷമാകുന്നു, വീണ്ടും അടുത്ത വർഷം ഒരു അഡ്മിഷൻ ആകുന്നു. അപ്പോൾ ആദ്യം വന്ന ആളിന് 3ാം വർഷമാകുന്നു, അവർ ഇടകുന്നു. അപ്പോൾ എല്ലാ വർഷവും അഡ്മിഷൻ നടക്കുന്നുണ്ട്, എല്ലാ വർഷവും ആയിരങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇത്രയും തൊഴിലവസരം വിദേശത്തുണ്ടോ? ഒരു രാജ്യത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? ഇതൊക്കെ നിങ്ങൾ പഠിക്കണം മക്കളെ. അവിടുത്തെ തൊഴിലവസരങ്ങൾ എത്രയാണ്? അവിടെ ഇങ്ങനെ തൊഴിൽ ചെയ്യുവാനായിട്ടുള്ള സാധ്യതകൾ, മേഖലകൾ, ജനസംഖ്യ, വ്യാവസായികങ്ങൾ ഇതെല്ലാം ഉണ്ടോ? അല്ലെങ്കിൽ ഇതിനു മുമ്പ് അവിടെ പഠിച്ചിറങ്ങിയവർ അവിടെ പോയിട്ടുണ്ടോ? എത്ര പേർ പോയിട്ടുണ്ട്? പോയ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച്, നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളുടെ ലൈഫ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സമയമാണ് നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളുടെ സമയം കൊടുക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങളുടെ ഭാവിയെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വിലയേറിയ 3 കാര്യങ്ങൾ, ഒപ്പം സാധാരണ ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങൾ ലോൺ എടുത്തോ, പണയം വെച്ചോ, പലിശക്കെടുത്തോ കൊണ്ടുകൊടുക്കുന്ന പണം, അതൊരു അധ്വാനമാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ഈ 3 കാര്യങ്ങൾ കൊടുക്കുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട കുറേ കാര്യങ്ങളാണ്. ഇതിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടല്ല ഡിസ്കസ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഒരേ അറിവാണ്. നിങ്ങൾ ജീവിതത്തിൽ എത്ര കാലം ജീവിക്കുന്നു, എത്ര കാലം നിങ്ങൾ ഈ ലോകത്തെ കണ്ടറിയുന്നു എന്നനുസരിച്ചാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്നത്. നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതല്ല. നിങ്ങൾക്ക് 40 വയസ്സാകുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് 20 വയസ്സിൽ കിട്ടില്ല. ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നതോ, അല്ലെങ്കിൽ മാതാപിതാക്കളുമായി ബന്ധമുള്ള ആൾക്കാർ, അതേ പ്രായത്തിലുള്ള ആൾക്കാർ, അവരുമായിട്ട് കൂട്ടുള്ള ആൾക്കാർ പറയുന്നതിലോ അതിലൊരു എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കൂടി നിങ്ങൾ കണക്കാക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിൽ കൂടിയ ആൾ പറയുന്നത് അതിനകത്തൊരു എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ചിന്തിക്കുക, നിങ്ങൾ പോകരുത്, പഠിക്കരുത് എന്നുള്ളതല്ല ഗുരു പറയുന്നത്. അതിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് വേണം അതിലേക്ക് പോകുവാനായിട്ട്. അങ്ങനെ നിങ്ങൾ ഈ ഓരോ വർഷവും 10,000 പേരോളം വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 5 വർഷമാകുമ്പോൾ 50,000-ഓളം പേർ അവിടെ എത്തും. മനസ്സിലായില്ല? ഈ പോകുന്നവരൊക്കെ തിരിച്ചു പോരുന്നുണ്ടോ? ഇല്ല, അവിടെ തന്നെ നിന്ന് ജോലി ചെയ്യുക, കാരണം ശമ്പളമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കോഴിമുട്ട വിരിയിക്കുന്നത് പോലെ ഇങ്ങനെ അവരോരോന്ന് പഠിപ്പിച്ചിട്ട് ഈ വിടുന്ന ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളാനുള്ളൊരു സംവിധാനം ഈ പറയുന്ന രാജ്യത്തിനുണ്ടോ? അവിടെ അത്രയ്ക്ക് വേക്കൻ്റ് ഉണ്ടോ? അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ രീതികൾ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ അവിടെയാണ് ഇവരുടെ ഒരു തന്ത്രം നിൽക്കുന്നത്. 500 പേർ പഠിക്കുന്നൊരു സ്ഥാപനത്തിൽ 50 പേരെ വിജയിപ്പിച്ചിട്ട് 2 പേരെ പറഞ്ഞു വിടുന്നു. ആ 2 പേരിൽ ഒരാളാവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ ചൂഷണം ചെയ്യുന്ന അനേകം പേരുണ്ട്. എല്ലാവരെയും അല്ല ഗുരു ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങളെന്ന് പറയുന്നത് വലിയൊരു പ്രൊഡക്റ്റാണ്, അതാദ്യം മനസ്സിലാക്കണം. ഓരോ വർഷവും SSLC വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ്. അവരെല്ലാം വിവിധ സ്കൂളുകളിലും ഒക്കെയും +1 +2 കഴിഞ്ഞിറങ്ങുമ്പോൾ ലക്ഷങ്ങൾ അതേപോലെ അടവച്ചിറങ്ങുകയാണ്. ഇല്ലേ? വലിയൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾ. നിങ്ങളിൽ നിന്ന് എന്തു വഹിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എങ്ങനെ നേടാം എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചിന്തിക്കുന്നത്. അല്ല, നിങ്ങളുടെ ഒരു ഭാവിയെക്കുറിച്ച് 100% ചിന്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇന്നില്ല. നിങ്ങളിൽ നിന്ന് എന്തുണ്ടാക്കാം, നിങ്ങളുടെ നിന്ന് എങ്ങനെ വരുമാനം നേടാം.
നിങ്ങളുടെ ഒരു മികച്ച ഭാവി ഉണ്ടാക്കി തരണമെന്ന് 100% ചിന്തിക്കുന്നില്ല. 10% ചിന്തിക്കുന്നുണ്ടാകും അവരുടെ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട്. 10-20 നാട്ടും പ്രദേശത്തൊക്കെ ട്യൂട്ടോറിയൽ കോളേജുണ്ട്. പണ്ട് അവരൊക്കെ നന്നായിട്ട് ചിന്തിക്കുമായിരുന്നു. കാരണം അവരുടെ സ്ഥാപനത്തിന് ഇത്ര % വിജയം വേണമെന്ന് ഓർത്തിട്ട്. കാരണം അവരൊക്കെ തുച്ഛമായ ഫീസൊക്കെ വാങ്ങി പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ അവരന്ന് കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിച്ച് അവരുടെ സ്ഥാപനത്തിനൊരു പേര് കിട്ടുന്നതിന് വേണ്ടി ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് 4-5 വർഷം നിലനിന്നിട്ട് പൂട്ടിക്കൊണ്ടു പോകണം, അതിനിടയ്ക്ക് കിട്ടുന്നത് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ സമയം, ഇതെല്ലാം നിങ്ങൾ കൊണ്ടൊരു സ്ഥാപനത്തിലേക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻറ്ററിലേക്ക് കൊടുക്കുമ്പോൾ, അവിടെ നിങ്ങൾ സേഫാണോ, അതിനുശേഷമുള്ള 3 വർഷം നിങ്ങൾക്ക് സേഫാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ ആകർഷിക്കുന്ന പലതും കാണും. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, നിങ്ങൾ 10ാം ക്ലാസ് മുതൽ ഇനിയുള്ള തലമുറ നിങ്ങൾ ഒരു ഭാവി മുന്നിൽ കാണുക, ഒരു ലക്ഷ്യം കാണുക. കണ്ടിട്ട് നിങ്ങളുടെ മനസ്സാകുന്ന, ഗുരു നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങളുടെ മനസ്സാകുന്ന ആ ഒരു ഡ്രൈവർ ശരീരമാകുന്ന വാഹനം. മനസ്സ് എങ്ങോട്ട് പറയുന്നു, അങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കുന്നു, അതുപോലെയാണ് ശരീരം പോകുന്നത്. നിങ്ങൾ ശരീരം പോകുന്നിടത്താണ് നിങ്ങളുടെ ഭാവി ഇരിക്കുന്നത് ആണല്ലോ. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിലേക്ക് ആ ശരീരത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് പറയുന്ന ബുദ്ധി നിങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നതായിരിക്കണം. ആ ബുദ്ധിയെ നിങ്ങൾ ഭഗവാനെ ഏൽപ്പിക്കണം. ആ ബുദ്ധിയിൽ അപ്പോൾ ഭഗവാൻ വിശേഷ ബുദ്ധിയായി തെളിയും. അങ്ങനെ ആ ബുദ്ധിയെ ഭഗവാനിൽ ഏൽപ്പിച്ചുകൊണ്ടും ആ ബുദ്ധിയെ മറ്റൊരിടത്തും കൊണ്ട് ഡിസ്കഷൻ വയ്ക്കാതെ, അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് കൊണ്ടുപോയി വെക്കാതെ, നിങ്ങൾ ചിന്തിക്കുന്നത് സംശയമുള്ളത് ചോദിക്കാം എന്ന് കരുതിയിട്ട് മറ്റൊരാൾ നിശ്ചയിക്കുന്ന രീതിയിലല്ല നിങ്ങളുടെ ഭാവി പോകേണ്ടത്. നിങ്ങൾക്ക് എന്താണ് അഭിരുചി, അതിലേക്ക് നിങ്ങളുടെ മനസ്സാകുന്ന ആ ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അങ്ങോട്ട് തന്നെ മാറും. നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. കോളേജിലൊക്കെ പോയി വരുമ്പോൾ, അല്ലെങ്കിൽ +1 +2 ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും, നല്ലത് തന്നെയാണ്. നിങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? പറയൂ. നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ അഭിരുചി ആയിരിക്കില്ല മറ്റൊരാളുടെ അഭിരുചി. അങ്ങനെ ഒരു 5-10 പേർ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിക്കുമ്പോൾ അവിടെ വിവിധ തരം ആശയങ്ങൾ ഉണ്ടാവുകയാണ്. പക്ഷെ നിങ്ങളുടെ സൗഹൃദ ആ വലയത്തിനുള്ളിൽപ്പെട്ട് ഏതെങ്കിലും ഒരാശയം അവിടെ അംഗീകരിക്കുകയും അതിനോട് അഭികാമ്യമില്ലാത്ത എല്ലാവർക്കും അതിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് +2 കഴിഞ്ഞ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നിരുന്ന് സ്വസ്ഥമായി ആലോചിച്ച് എനിക്കെൻ്റെ ഭാവി എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. കൂട്ടുകാരും സൗഹൃദങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ അഭികാമ്യം അതിലേക്ക് മാത്രം നിങ്ങളുടെ ബുദ്ധിയെ തെളിയിക്കുക. ഇങ്ങനെ ഇത്തരത്തിൽ നല്ലൊരു ഭാവി ക്രിയേറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല നല്ലൊരു ജീവിതമുണ്ടാകുന്നത്. ലോകബോധവും നല്ല ലോകവിവരവും എല്ലാം ഉണ്ടെങ്കിൽ കൂടി മാത്രമാണ് ഉണ്ടാകുന്നത്. കഴിവതും നിങ്ങൾ സ്വന്തം നാട്ടിൽ ജോലിക്ക് ശ്രമിക്കണം. ഒരുപാട് ചാൻസുകളൊക്കെ ഇല്ലേ ഇപ്പോൾ അവിടെ, തുറമുഖം മറ്റു കാര്യങ്ങളൊക്കെ വന്നില്ലേ. നിങ്ങളെല്ലാ മേഖലകളിലുമൊക്കെയും ഒന്ന് സെർച്ച് ചെയ്യുക. അതുപോലെ നല്ല കൂട്ടുകാരെ സമ്പാദിക്കുക. മോശം എന്ന് കാണുന്ന ഒന്നിലേക്കും ചെന്ന് നിൽക്കരുത്. മരച്ചോട്ടിൽ നിന്നിട്ട് ഒരു ആൺസുഹൃത്തിൻ്റെ ബൈക്കിനോ പിന്നിലിരുന്നിട്ട് സ്മോക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ രീതി എന്ന്, അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആകുന്നത് എന്നുള്ള ചിന്തയൊക്കെ തെറ്റാണ്. അല്ലെങ്കിൽ അതാണ് ഇന്നത്തെ രീതി എന്ന് നിങ്ങൾ പറയുന്നതും തെറ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കും, പഴയ തലമുറയെ ഇന്ത്യയും പാകിസ്ഥാനും പോലെ വെല്ലുവിളിക്കുന്നത് പോലെ നിങ്ങൾ പഴയ തലമുറയ്ക്ക് മുന്നിൽ ഇതൊക്കെ കാണിച്ചു നടക്കുന്നതാണ് ഞങ്ങൾ അധികാരമുള്ളവരെന്ന് കാണിക്കുന്ന രീതിയിലേക്കുള്ള തോന്നൽ. അത് നിങ്ങളുടെ ഭാവിയെ തന്നെയാണ് ബാധിക്കുന്ന മക്കളെ. അല്ലാതെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെയോ, അല്ലെങ്കിൽ നിങ്ങളെക്കാളും പ്രായം കൂടിയവരോ പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരെയോ ഒന്നും നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ അവരെ ബാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് സമൂഹം അതൊക്കെ കണ്ടിട്ട് മിണ്ടാതെ നടക്കുന്നത്? ഇന്ന് നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്ന നിങ്ങൾ കുറേ വർഷം കഴിയുമ്പോൾ നിങ്ങൾ പഴയ തലമുറയായി മാറും. നിങ്ങൾ നോക്കിക്കോളൂ, അന്നത്തെ ആ തലമുറ കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ അവരെ കൈവയ്ക്കുകയോ തല്ലുകയോ ചെയ്തിരിക്കും. കാരണം
അങ്ങനെയാണ് ഇന്നത്തെ ജനറേഷൻ വളരുന്നത്. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് മാനസികമായൊക്കെ നോക്കിക്കഴിയുമ്പോൾ. അതുകൊണ്ട് നിങ്ങളൊക്കെ കൂടി ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടോ, നിങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടോ, നിങ്ങളൊരു പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കും, നിങ്ങളൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടോ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടോ സമൂഹത്തിനും നല്ലതില്ല, അത് നിങ്ങൾക്ക് മാത്രമേ നല്ലതുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മരച്ചുവട്ടിലോ ഏതെങ്കിലും സ്ഥലത്തോ മറഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്നത് കൊണ്ടോ സമൂഹത്തിനൊന്നുമില്ല, അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കൊന്നുമില്ല. ആദ്യം ബാധിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തന്നെയായിരിക്കും. അതുമാത്രം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ നല്ല വഴി സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് നല്ലതുണ്ടാകുന്നത് ആദ്യം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമായിരിക്കും. നിങ്ങൾ മോശമായ വഴികൾ തിരഞ്ഞെടുത്ത് മോശമായ വഴിയിൽ കൂടി സഞ്ചരിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ആദ്യം ഉണ്ടാകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തന്നെയായിരിക്കും. മറ്റാർക്കും അതിനകത്ത് പങ്കുണ്ടാവുകയില്ല. നിങ്ങൾ പഠിച്ച് നല്ല കുഞ്ഞുങ്ങളായി വളർന്ന് വലിയ ആൾക്കാരായി നല്ല ജോലിയൊക്കെ സമ്പാദിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ സഹായത്തിന് വന്നാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ കൊടുക്കുവാൻ കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു അനുഗ്രഹമുണ്ട്. നേരെ മറിച്ച് നിങ്ങളൊന്നുമല്ലാതായി തീർന്ന് നിങ്ങളുടെ ഭാവിയൊക്കെ ഇരുണ്ടതായിപ്പോയി ഒന്നും ചെയ്യാനാകാതെ ഒരിടത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരാൾ ഒരു സഹായത്തിന് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ പറ്റും? നിങ്ങൾ മറ്റു പലരിടത്തും സഹായം ചോദിച്ചു പോകേണ്ടി വരില്ലേ? ലഹരിയും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഭ്രാന്തമായ ഒരു അന്തരീക്ഷത്തിൽ വീട്ടിലിരിക്കുമ്പോൾ അത് കാണുന്നത് നിങ്ങളുടെ മാതാപിതാക്കളല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ? ആ വേദന അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ? നിങ്ങളുടെ ലഹരി ഉപയോഗിക്കുന്ന ഓരോ മക്കളും അത് മനസ്സിലാക്കണം, അത് ഉപയോഗിക്കരുത്. കാരണം നിങ്ങളുടെ പിതാവ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവ് എന്ന് പറയുന്ന ഒരു ഭാഗം വരെ, ഒരു കുടുംബം, പരമ്പരമായ ഒരു കുടുംബത്തെ കെട്ടുറപ്പോടെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കൈകളിൽ അത് ഭദ്രമാക്കാൻ കഴിയാതെ നിങ്ങൾ ലഹരിയൊക്കെയും ഉപയോഗിച്ച് ആ കുടുംബത്തെ തച്ചു തകർത്തുവെങ്കിൽ നിങ്ങൾ കാണിച്ചത് എത്രയോ തലമുറകളോട് ചെയ്ത ദ്രോഹമാണെന്ന് ഓർക്കണം. പഠനമാകണം നിങ്ങളുടെ ലഹരി എന്ന് പറയുന്നത്, സബ്ജക്റ്റുകളാകണം നിങ്ങളുടെ ലഹരി എന്ന് പറയുന്നത്, റിസർച്ചുകളാകണം നിങ്ങളുടെ ലഹരി എന്ന് പറയുന്നത്. തിയറിയും പ്രാക്ടിക്കലുകളും എല്ലാം നിങ്ങളുടെ ലഹരികളായി മാറണം. അങ്ങനെ നിങ്ങൾ പുസ്തകത്തിൽ വായിക്കുന്നതും നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾക്കും അപ്പുറം അതിൽ നിങ്ങളുടെ ബുദ്ധിയെ ഊന്നിക്കൊണ്ട് നിങ്ങൾക്കതിൽ നിന്നും പുതിയൊരറിവ് എങ്ങനെ സമ്പാദിക്കാമെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിനും ഭവനത്തിനും ലോകത്തിനും ഒരു മുതൽക്കൂട്ടായിട്ട് വളരണം മക്കളെ. അങ്ങനെയുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയും ഗുരു പ്രാർത്ഥിക്കാം, എല്ലാവർക്കും വേണ്ടി ഗുരു പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി മാതാപിതാക്കളും മക്കളെ തയ്യാറാക്കുക. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. ഓം ഹരഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ.